മന്ത്രി വാഹനം വന്നാൽ സ്ഥലമില്ലെങ്കിലും വഴി മാറണം. ഇതാണ് നാട്ടുനടപ്പ്. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ആരായാലും പ്രതിയാകും. വീതി കുറഞ്ഞ ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിൽ മന്ത്രി OR കേളുവിന്റെ പൈലറ്റ് വാഹനത്തിന് വഴിമാറിക്കൊടുക്കാത്തതിന് താലൂക്ക് സർവേയർക്കും മകനുമെതിരെ കേസെടുക്കുകയാണ് പോലീസ്. കേളകത്തെ പ്രീത് വർഗീസ്, മകൻ അതുൽ M. പ്രീത് എന്നിവർക്കെതിരെയാണ് കേളകം പോലീസ് കേസെടുത്തത്. ഭാരത ന്യായ സംഹിതയിലെ 126(2), 285 കേരള പോലീസ് നിയമത്തിലെ 117(e) എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് അരികു കൊടുത്തില്ലെന്നും കുറുകെ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചെന്നും കാറിൽ നിന്ന് ഇറങ്ങി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പ്രാഥമിക വിവര റിപ്പോർട്ട്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. പന്തളത്തെ കള്ളക്കേസെടുക്കൽ പോലീസിന് വിനയായി മാറിയിരുന്നു. വാഹന ബ്ലോക്കിൽ ഇടപെടാത്ത പോലീസിന്റെ വീഡിയോ യുവാവ് ചിത്രീകരിച്ചിരുന്നു. ഫോൺ പിടിച്ചു വാങ്ങാൻ പോലീസ് ശ്രമിക്കുന്നു. ഒടുവിൽ ഉന്തും തള്ളുമായി. പിന്നെ ആ യുവാവിനെ പിടിച്ചുകൊണ്ടുപോയി പോലീസിനെ ആക്രമിച്ചെന്ന വകുപ്പിൽ ജയിലിൽ അടച്ചു. അവിടെ വീട്ടുകാർ എടുത്ത വീഡിയോ പോലീസിന് പണിയായി. സത്യം തെളിയുകയും ചെയ്തു. കേളകത്ത് CCTV ഒന്നും ഇല്ലെന്നാണ് സൂചന. ആരും വീഡിയോ എടുത്തതായി അറിവില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇവർ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന വകുപ്പിൽ കേസെടുക്കുന്നത്. വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു മന്ത്രി. കേളകത്തു നിന്ന് വയനാട്ടിലേക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു പ്രീതും മകൻ അതുലും. അതുലായിരുന്നു കാർ ഓടിച്ചിരുന്നത്. എപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നതും വീതി കുറഞ്ഞതുമായ റോഡാണ് ബോയ്സ് ടൗൺ പാൽച്ചുരം. വീതി കുറഞ്ഞ ചുരം റോഡിൽ വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഗതാഗതക്കുരുക്കും പതിവാണ്. ഈ റോഡിലായിരുന്നു മന്ത്രിയുടെ വാഹനം ചീറിപ്പാഞ്ഞത്. വീതി കുറഞ്ഞ ചുരം റോഡിലൂടെ കടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വന്നതിനാൽ പൈലറ്റ് വാഹനത്തിന് മറികടന്നു പോകാൻ സാധിച്ചില്ല. എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോയ ശേഷം പൈലറ്റ് വാഹനത്തിലെ SI അസഭ്യം പറഞ്ഞ് വണ്ടി മുന്നിൽ കൊണ്ടിട്ടു. വാഹനം ഓടിച്ചിരുന്ന 22-കാരനായ മകൻ പേടിച്ചു വിറച്ചു. അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വണ്ടി തുടർന്ന് ഓടിക്കാനാണ് കാറിൽ നിന്നിറങ്ങിയത്. മന്ത്രിയുടെ വാഹനമാണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇതാണ് പ്രീതിന് പറയാനുള്ളത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളാണ് പ്രീത്. അതായത് പ്രീതിന്റെ വാഹനത്തിന് മുന്നിൽ പോലീസ് വണ്ടി കൊണ്ടിട്ടു. പക്ഷേ കേസ് വന്നപ്പോൾ പോലീസ് വാഹനത്തെ അമ്മയും മകനും തടഞ്ഞെന്നായി. ഇത്തരം സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കേസുകൾ എടുക്കുന്നതാണ് കേരള പോലീസിനാകെ നാണക്കേടായി മാറുന്നത്. അതായത് ഒരു മന്ത്രിയുടെ വാഹനത്തിന് ചീറിപ്പാഞ്ഞു പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മയ്ക്കും മകനും ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്.